വെൽക്കം ടു AIZB അക്കാഡമി. അപ്പോൾ നമ്മൾ KSEB ഇലക്ട്രിക്കൽ വർക്കറുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും കൺഫർമേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു, എക്സാം ഡേറ്റ് എന്നാണ്, എക്സാമിൻ്റെ മോഡൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ എക്സാം കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് 24,917 പേരാണ് കേട്ടോ. അപ്പം കുറച്ചധികം പേര് എക്സാമിന് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. ഏകദേശം 29,000 സംതിങ് ആപ്ലിക്കേഷൻ ആയിരുന്നു ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരുന്നത്. ഏകദേശം ഒരു 4,000 സംതിങ് പേര് എന്ത് ചെയ്തിട്ടില്ല, കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കോമ്പറ്റീഷൻ കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ കോമ്പറ്റീഷൻ കുറയുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി നല്ലൊരു ജോലി നേടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇനി ഇതിൽ റാങ്ക് പട്ടികയിൽ ഏകദേശം പകുതിയോളം ആൾക്കാർ ഉൾപ്പെടുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എക്സാം ഡേറ്റ് വരുന്നത് എന്നാണ്, സെപ്റ്റംബർ 30-നാണ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത്. അതിലെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ 8:50 വരെയാണ്. അപ്പോൾ ദൂരെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റ് ഈ പറഞ്ഞ പോലെ എക്സാം ഹാളിൽ കറക്റ്റ് സമയത്ത് എത്തണം. കാരണം 1 മിനിറ്റ് വൈകിയാൽ പോലും നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങളെ കയറ്റാനായിട്ട് അനുവദിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓടിപ്പടച്ചൊന്നും വരാതെ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ അലാറാം എല്ലാം സെറ്റ് ചെയ്ത് എക്സാമിന് വളരെ കൃത്യസമയത്ത് തന്നെ എത്തി ആ ഒരു എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. പിന്നീട് ഇംഗ്ലീഷിലാണ് എക്സാം വരുന്നത്. ആദ്യമേ ഒരു ഇതുണ്ടായിരുന്നു, ചിലപ്പോൾ മലയാളത്തിലായിരിക്കാം. കാരണം ഇതിനു മുൻപ് നടന്നിരുന്ന എക്സാം മലയാളത്തിലായതുകൊണ്ട് ഇപ്രാവശ്യം മലയാളത്തിലായിരിക്കാം എന്നൊരു ആദ്യമേ ഇതുണ്ടായിരുന്നു. പക്ഷേ ITA ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ഇതിനു മുൻപ് നടന്നിരിക്കുന്ന എല്ലാ ITA എക്സാമുകളും നമുക്ക് എന്തായിട്ടാണ് വന്നിരുന്നുകൊണ്ടിരുന്നത്, ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കും ഈ എക്സാമും ഇംഗ്ലീഷിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സിലബസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരിക്കും. മസ്റ്റായിട്ട് എല്ലാവരും സിലബസ് ഒന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ റൂമിൽ ഒന്ന് ഒട്ടിച്ച് വെക്കുകയോ എന്തായാലും ചെയ്യുക. കാരണം സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അഥവാ ഇനി സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അയ്യോ ഇനി ഇതിൽ നിന്ന് ചോദിക്കൂ എന്നുള്ള ഒരു ഭയം ഉണ്ടാകും. അപ്പോൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ടും എല്ലാവരും സിലബസ് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. അത് പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് പോവുക. അത് കഴിഞ്ഞ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, മോഡൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ നിങ്ങൾ ചെയ്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം 29,363 പേരായിരുന്നു കേട്ടോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ 4,446 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ PSC അവരുടെ ആപ്ലിക്കേഷൻ റദ്ദാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി പരീക്ഷ 14 ജില്ലകളിലായി ഇതുവരെ 985 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കാരണം ഇത് എക്സാം കഴിഞ്ഞു, അതിനുശേഷം ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സമയത്ത് ഉള്ള വേക്കൻസികൾ കൂടെ എന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ഓൺ ആകുന്നുണ്ട്. കാരണം ഒരുപാട് KSEBയിൽ തന്നെ ഒരുപാട് ട്രാൻസ്ഫർ വരുന്നുണ്ട്. എന്തൊക്കെയാ, റിട്ടയർമെൻറ്റ് വരുന്നുണ്ട്, പ്രമോഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേക്കൻസികൾ കൂടെ ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് പരിഗണിക്കാം. മാത്രമല്ല 3 വർഷ കാലാവധി ഉള്ളത് കൊണ്ട് ആ ഒരു ഡ്യൂറേഷനിലുള്ള ഒഴിവുകൾ കൂടി ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ലിസ്റ്റിൻ്റെ 3 വർഷ കാലാവധിക്കകം ഇനിയും 500ഓളം ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്നവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ്. ഇനി 2027 മാർച്ചിന് മുൻപ് റാങ്ക് പട്ടിക നിലവിൽ വരുന്ന വിധമാണ് PSC നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം പരീക്ഷ എല്ലാം വളരെ ഇപ്പോൾ PSC എന്ന് പറയുമ്പോൾ വളരെ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വളരെ കുറച്ച് നാൾക്ക് മുമ്പാണ് വന്നിരുന്നത്. അതിന് കഴിഞ്ഞതിന് ശേഷം എന്താണ്, എക്സാം ഡേറ്റും വളരെ പെട്ടെന്ന് തന്നെ വന്നിരിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ റിസൾട്ടും 2027 മാർച്ചിനുള്ളിൽ തന്നെ വരുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ഇതൊരു OMR എക്സാം ആണ് കേട്ടോ. OMR എക്സാം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടൊക്കെ ഇപ്പോൾ ITA കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് പേര് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ OMRൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടെ ഞാനൊരു കാര്യം പറയാം. വളരെ ശ്രദ്ധാപൂർവം വേണം നിങ്ങൾ OMR ഷീറ്റ് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
OMR ഷീറ്റിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, അതായത് ഇപ്പോൾ കറുപ്പിക്കുന്നതൊക്കെ എന്തെങ്കിലും ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്ത് ചെയ്ത് തരത്തില്ല, മാറ്റി തരത്തില്ല. അപ്പം നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രജിസ്റ്റർ ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു ടൈം എന്തായാലും എക്സാമിന് മുൻപ് ഉണ്ടാകും. ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് എന്ത് തരിക, ഈ OMR ഷീറ്റ് തരിക. അപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ OMR ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, നമ്മുടെ ഈ രജിസ്റ്റർ നമ്പർ, എക്സാം ഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് എക്സാം ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ രജിസ്റ്റർ നമ്പറാണ് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യാം, വളരെ ശ്രദ്ധാപൂർവ്വം രജിസ്റ്റർ നമ്പറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ലെറ്റർ ഉണ്ടാവാം, ചിലപ്പോൾ SO ZO അങ്ങനെ എന്തെങ്കിലും ഒരു ലെറ്റർ ഉണ്ടാവും. അത് ആദ്യം എഴുതുക. അതിനുശേഷം തൊട്ടടുത്തുള്ള നമ്പറുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വളരെ ശ്രദ്ധാപൂർവ്വം ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ, ഇപ്പോൾ 1 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള 1-ൽ ആദ്യം ഒരു കുത്തിട്ട് വെക്കുക. അതുപോലെ തന്നെ 0 ആണെങ്കിൽ അവിടെ ഒരു കുത്തിട്ട് വെക്കുക. അങ്ങനെ മുഴുവൻ ലെറ്റേഴ്സ് നമ്പറുകൾ നിങ്ങൾ കുത്തിട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം മാത്രം ആ കുത്തിട്ട സ്ഥലത്ത് മാത്രം നിങ്ങൾ ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ്, ആ ഒരു ടെൻഷൻസ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ഒന്നെങ്കിൽ നിങ്ങൾ മോഡൽ OMR ഷീറ്റിലൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വീഡിയോയിൽ വന്നിരിക്കുന്നത്. എക്സാമിന് കൺഫർമേഷൻ ഇത്രയും പേര് കൊടുത്തിട്ടുണ്ട്, ഇത്രയും പേരും കൊടുത്തിട്ടില്ല. എക്സാമിൻ്റെ ഡേറ്റ്, പിന്നെ എക്സാമിൻ്റെ മോഡൽ, എക്സാമിൻ്റെ ലാംഗ്വേജ്, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ വേക്കൻസികൾ എത്രയുണ്ട്, ഇനി എത്ര വരാൻ സാധ്യതയുണ്ട്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ KCB മസ്തൂറിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് നമ്മുടെ AZB അക്കാഡമിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയായിരിക്കും. നല്ലൊരു പാക്കേജാണ്. റെക്കോർഡഡ് ക്ലാസ്സസ്, പിന്നെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് കംപ്ലീറ്റ് നോട്ടുകൾ, എക്സാമുകൾ, അങ്ങനെയുള്ള എല്ലാ ഒരു എക്സാമിന് പ്രിപ്പറേഷനും വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.